എം ലീലാവതി എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ഒരു എഴുത്തുകാരിയുണ്ട്. ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് ചില തെരുവ് നായ്ക്കൾ, ചില തെരുവ് പട്ടികൾ അവർക്ക് പിന്നാലെയാണ്. കാരണം അവരിന്നലെ ഗസയെ പറ്റി പറഞ്ഞു. ഗസയിലെ മരിച്ചു വീഴുന്ന, പട്ടിണിയായി വയറൊട്ടി നെഞ്ചുന്തി പിറന്ന മണ്ണിലേക്ക് അമർന്ന് മുഖമകർന്ന് വീഴുന്ന കുഞ്ഞു മക്കളെപ്പറ്റി അവർ പറഞ്ഞു. അവരങ്ങനെ പറയരുതായിരുന്നു. ഒരുപക്ഷെ ലീലാവതി പറഞ്ഞിരുന്നത് ജിഹാദികൾ മരിക്കട്ടെ, പുതിയൊരു ഇസ്രായേൽ പുലരട്ടെ എന്നായിരുന്നെങ്കിൽ ലീലാവതിയെപ്പറ്റി വാഴ്ത്തിപ്പാടിയൻ ചിലർ. ലീലാവതി എന്ന് പറയുന്നൊരു മലയാളത്തിൻ്റെ എഴുത്തുകാരി, ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയ ഒരു എഴുത്തുകാരിയാണ്. അവരെ സംബന്ധിച്ചോളം അവർ ചരിത്രം പഠിച്ചിട്ടുണ്ട്, ചരിത്രത്തെപ്പറ്റി അവർക്കറിയാം. ഏതാനും ചില സായം സന്ധ്യയിൽ ചുറ്റും കൂടിയിരുന്ന് ചിലർ പറഞ്ഞു കൊടുക്കുന്ന ചരിത്രമല്ല അവർ പഠിച്ചത്. ലോകത്തെ അറിഞ്ഞവരാണ് എഴുത്തുകാർ. അവരുടെ പെന്നിൻ്റെ തുമ്പുകൊണ്ട് അവരെഴുതിയ ഓരോ കാര്യങ്ങളും അവർ പഠിച്ച ചരിത്രത്തിൽ നിന്നെടുത്തതാണ്. അവരെന്താണ് പറഞ്ഞത്? ഗസ എന്ന് പറയുന്ന തെരുവുകളിൽ വീഴുന്ന കുഞ്ഞു മക്കളുടെ അവസ്ഥയാണ് അവർ പറഞ്ഞത്. മക്കളെന്നും മക്കൾ തന്നെയാണ്. പിഞ്ചുമക്കൾ ഒരിക്കലും പട്ടിണി കിടക്കാൻ പാടില്ല. പട്ടിണി കിടക്കുമ്പോൾ ആ പട്ടിണി എന്നെയും ബാധിക്കും. 2019 ഞാൻ ഓണത്തിന് കഞ്ഞിയാണ് കുടിച്ചത്. അങ്ങനെ പറയുന്ന ഒരു സാധാരണ എഴുത്തുകാരി പിന്നിൽ നടന്ന് ആക്രമിക്കുന്നത് ആര് തന്ന ക്ലാസ്സിലാണ്? ഗസ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇസ്രായേൽ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ അറിയാം എന്താണ് ഇവിടെ നടക്കുന്നത്. മുസ്ലിങ്ങൾ മരിച്ചു വീഴുന്നതിൻ്റെ പേരിലാണ് നിങ്ങൾ ഗസയ്ക്ക് വേണ്ടി ചിരിക്കുന്നതെങ്കിൽ അവർ ചിരിക്കുന്നൊരു കാലം വരും. അവരുടെ ചുണ്ടിൽ പുഞ്ചിരി വിടരുന്നൊരു കാര്യം വരും. ഒരുപക്ഷെ നാളെ ഫലസ്തീൻ എന്ന് പറയുന്നൊരു രാഷ്ട്രം ഇല്ലാതായേക്കാം, തുടച്ചു നീക്കിയേക്കാം. എന്നാലും ഇസ്രായേലിൻ്റെ യുദ്ധം അവിടെ തുടരുക തന്നെ ചെയ്യും, മറ്റ് പല മേഖലയിലും. കാരണം അവരുടെ ലക്ഷ്യം പലതുമാണ്. അപ്പം മനഃശത്വമുള്ള ചില മനുഷ്യർ കുഞ്ഞ് മക്കൾക്കും മനുഷ്യർക്കും വേണ്ടി വാദിക്കുമ്പോൾ തെരുവ് നായ്ക്കളെ പോലെ അവരുടെ പിന്നിൽ നടന്ന് കുരയ്ക്കുന്നതൊരു നല്ല കാര്യമല്ല. കൊച്ചു കുട്ടികൾക്ക് ജാതി മതമൊന്നുമില്ല. കുട്ടികളാണ്. വിശക്കുന്ന കുട്ടികൾ ഏത് നാട്ടിലായാലും ഏത് ജാതിയായാലും ഏത് മതമായാലും എനിക്ക് ഒരുപോലെയാണ്. ഞാൻ അതേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഒരു പ്രത്യേക രാഷ്ട്രീയമൊന്നും അതിൻ്റെ പിന്നിലില്ല. 2019 ഞാൻ ഓണത്തിന് വെറും കഞ്ഞി കുടിച്ചു. വേറെ ആരും ഉണ്ടായിരുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അന്ന് വയനാട്ടിലെ കുട്ടികളുടെ പട്ടിണിയെ പറ്റി വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ നാട്ടിലെ കുട്ടികളായാലും ശരി, വേറെ ഏത് നാട്ടിലെ കുട്ടികളായാലും ശരി, എൻ്റെ കണ്ണിലെ കുട്ടികൾ മാത്രമാണ്. എതിർക്കുന്നവർ സ്വതന്ത്രമായിട്ട് എതിർത്തോട്ടെ, എനിക്കൊരു വിരോധമില്ല. എത്രയോ എതിർപ്പുകളെ ഞാൻ നേരിട്ടിട്ടുണ്ട്. നടാടെയൊന്നും അല്ല, എതിർപ്പുകളെ നേരിട്ടുണ്ട്. എതിർപ്പുകളെ നേരിട്ടും കൊണ്ടാണ് തുടക്കം മുതലേ എൻ്റെ ജീവിതം. അതുകൊണ്ട് എതിർക്കുന്നവരോട് എനിക്ക് യാതൊരു ശത്രുതയും ഇല്ല.